ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനെ സമാധാനിപ്പിച്ച് ആനന്ദ ആ രാത്രി തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അനുമോളും അലോകും കൂടെ റൂമിൽ വരികയാണ്. അലോക് കുറേ സമയമായിട്ട് ആലോചിക്കുന്നുണ്ട് അച്യുതൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന്. കാരണം അനുമോളാണ് ഇതിനെല്ലാം പുറകിലെന്ന് അച്യുതൻ പറഞ്ഞല്ലോ. അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അനുമോൾ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അനുമോളോട് ചോദിക്കുകയാണ്, എടി ഇവിടെ എങ്ങനെയാടി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയാണ്, കാറിലല്ലേ അവർ വന്നത്. എന്നെ കളിയാക്കുവാണോ നീ? അല്ലാതെ പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അല്ല പറയടി, സത്യം പറ, നിനക്കിതിൽ പങ്കില്ലേ? എനിക്ക് എന്ത് പങ്ക്? ഇവിടെ കള്ളപ്പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അവർ മണത്തറിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും വന്നത്. അങ്ങനെ മണത്തറിയാനൊന്നും ആരും പോകുന്നില്ല, ഇതാരോ ഒറ്റ കൊടുത്ത് തന്നെ. നീയാണ് ഇതിൻ്റെ പുറകിലെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അനുമോള് പറയണം, നിനക്ക് എന്നെ എന്തിനാ സംശയം? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ നേരായ വഴി കൂടി ജീവിക്കണം. തെറ്റായ വഴി കൂടി ജീവിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. എടി സത്യം പറ, നീ ഞങ്ങളോട് പ്രതികാരം ചെയ്യാനല്ലേ ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ നീ അന്ന് വീട്ടിൽ കയറി വന്നത് ഓർക്കുന്നുണ്ടോ ഒരു ദിവസം? അതിനുശേഷം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അന്നേ ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണ്, അറിയോ? ഇതിനെല്ലാം പകരം ചെയ്യണമെന്ന്. അങ്ങനെ ഇതെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഹെടിയേ, നീ അത്രയ്ക്കായോ? എന്നെ തകർക്കാറായോടി എന്നും പറഞ്ഞ് അടിക്കാനായിട്ടോ ഓങ്ങാട്ടോ. അപ്പോഴാണ് അലോകിനോട് അനുമോള് പറയാം, ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നിനക്ക് കുറച്ച് മസിൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ നീതിയുടെ ധൈര്യം, നീതി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ധൈര്യത്തിൽ പിടിച്ച് നിൽക്കുന്നവളാണ്. ഓ പിന്നെ, എന്നാൽ പിന്നെ ഒന്ന് കാണണമല്ലോ. എന്ത് കാണാനാടാ? അങ്ങനെ വീണ്ടും അനുമോളെ അടിക്കാനായിട്ട് ആ കൈ അങ്ങോട്ട് ചൂണ്ടാട്ടോ. അപ്പോൾ അനുമോളാണെങ്കിൽ അവൻ്റെ മൂക്കിനിടെ ഒറ്റ ഇടി കൊടുക്കുകയാണ്. അതോടുകൂടി നമ്മൾ അലോക് ആകെ വല്ലാത്തൊരു ബോധം പോയ അവസ്ഥയിലായി. രണ്ടാമത് ആ ചെവി നോക്കി, രണ്ട് ചെവി നോക്കി ഒറ്റ ഇടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ അലോക് പാതി പോയിട്ടുണ്ട്. അലോക് അവിടെ ഇരിക്കാട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ അനുമോള് വീണ്ടും അലോകിനെ ചവിട്ടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. തൊടയിലൊക്കെ ഞാൻ ചവിട്ടി കൊടുക്കുകയാണ്. അയ്യോ എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ തൊഴുവാണ്. ഇവൻ്റെ ഈ വിളി കേട്ടുകൊണ്ട് താഴെ നമ്മുടെ രാജശ്രീ നന്ദിതയൊക്കെ അടുക്കളയിൽ നിൽക്കുകയാണല്ലോ. അവർക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ. ഈ പിള്ളേർ ഇത് എന്തൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റുമോ? ഇങ്ങനെയുണ്ടോ ഒരു റൊമാൻസ് എന്നൊക്കെ അവർ കളിയാക്കാണ്. പക്ഷേ അച്യുതനാണെങ്കിൽ ആകെ ഒരു സംശയം. ഈ ശബ്ദം കേട്ട് അച്യുതന് നേരെ മേളിലേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് ചെന്നപ്പോൾ അതുപോലെ ഡോറ് തട്ടാണ്. അനുശ്രീ ആണെങ്കിൽ നമ്മുടെ അലോകിന് നിർദ്ദേശം കൊടുക്കുക, മിണ്ടിപ്പോവരുതെന്നോ അല്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയുമെന്ന്. എന്നിട്ടാണ് പോയി ഡോറ് തുറക്കുന്നത്. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, എന്താ ഇവിടെ ബഹളം? മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് ബഹളമൊന്നും വെക്കണ്ട. അച്യുതേട്ടാ, എത്രയും വേഗം നിങ്ങൾ ഈ പിള്ളേർക്ക് ഒരു ഹണിമൂൺ ഏർപ്പാടായി കൊടുക്കുക. അവർ പോയി അടിച്ചുല്ലസിച്ചിട്ടൊക്കെ വരട്ടെ. എന്തിനാ ഇവിടെ കിടന്ന് ഈ ബഹളം വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് കളിയാക്കണം കേട്ടോ. അപ്പം നമ്മുടെ അമ്മയൊക്കെ പറയണുണ്ട്, നിങ്ങളെന്തിനാ അവരെ കളിയാക്കുന്നത്? അവർ കൊച്ചു പിള്ളേരല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പം നാണം കുടുങ്ങിയ പോലെ നമ്മൾ അലുമോണ് നിൽക്കുകയാണ്. തറയിൽ അടി കൊണ്ട് അവശയായിട്ട് ഒന്നും മിണ്ടാനാവാതെ ആലോകം പതുക്കെ വേച്ച് എണീക്കുന്നുണ്ട്. മൂക്കാണെങ്കിൽ ചുമന്നിരിക്കുന്നുണ്ട്. എന്താണ് മൂക്കിങ്ങനെ ചുമന്നിരിക്കണേ? നീ കട്ടിലെങ്ങാനും തട്ടി വീണോ? അനുമോളെങ്ങാനും തൊടയെ പിടിക്കുകയും ചെയ്തപ്പോഴെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കളിയാക്കട്ടോ. അപ്പോഴാണ് നമ്മുടെ ആലോകം ഒന്നുമില്ല വല്യമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ തലയും ചൊറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പം അച്യുതൻ പുറകെ ചെന്നിട്ട് ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അടുക്കളയുടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് പറയാം, സത്യം പറഞ്ഞോണം, നിന്നെ അവൾ ഉപദ്രവിച്ചതല്ലേടാ? അച്ഛ അത് അങ്ങനെയൊന്നും ഇല്ല. എടാ, അവളെ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവമംഗലത്തുകാർക്ക് ഞങ്ങളോട് പണ്ടേ പകയുണ്ട്. ഈ പക തീർക്കാനും അതിന് പ്രതികാരം ചെയ്യാനുമാണ് അവൾ ഇങ്ങോട്ട് നിന്നോട് സ്നേഹം നടിച്ച് ഇങ്ങോട്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ സ്നേഹം നടിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അവളും ഇങ്ങനെയായിരിക്കും ചിന്തിച്ചത് അല്ലേടാ? സത്യം പറ, നിന്നെ അവൾ ഉപദ്രവിച്ചതല്ലേ? നിന്നെ അടിക്കുക, നിൻ്റെ മൂക്കിനിട്ട് ഇടിച്ചതല്ലേ? അച്ഛ അല്ലെന്നേ, അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെ നടക്കുന്ന കാര്യത്തിന് എല്ലാത്തിനും കാരണക്കാരി ഇപ്പം ഇവിടെ ഇൻകം ടാക്സുകാർ വന്നതുപോലും ഇവളാണെന്ന് എൻ്റെ ബലമായ സംശയം. ഞാനിനി അവളോട് ചോദിക്കാതെ എനിക്ക് പറ്റത്തില്ല. അയ്യോ അച്ഛൻ പോയി ചോദിക്കണ്ട, ഞാൻ അവളെ ഡീൽ ചെയ്തോളാം. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആലോക് പറയാട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനാണെങ്കിൽ റൂമിൽ വല്ലാത്തൊരു വിഷമത്തിലിരിക്കുകയാണ്. മിത്ര വന്ന് വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. മിത്ര ചോദിക്കുന്നുണ്ട്, നീ എവിടുത്തെ ലോകത്തിലാന്നൊക്കെ ചോദിക്കുക. അല്ല, ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുകയായിരുന്നേ. ഒന്നും ആലോചിക്കാനില്ല. ഒരു കാര്യം അറിഞ്ഞാൽ ആര്യൻ, കൃഷ്ണമംഗലത്തുകാർക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. സമ്പാദിച്ച് വെച്ചതെല്ലാം ഇന്ന് ഇൻകം ടാക്സ് കൊണ്ടുപോയി. സന്തോഷമായി എനിക്കിന്ന് മിത്ര പറയുക. എന്നിട്ട് ആര്യൻ്റെ മുഖത്തൊരു സന്തോഷമില്ല കേട്ടോ. എന്താ ആര്യം മിണ്ടാതിരിക്കുന്നത്? സന്തോഷിച്ചുകൂടെ? അവർക്ക് അങ്ങനെ തന്നെ വേണം. ഇനി എൻ്റെ അച്ഛനും കൊച്ചച്ഛനും ഒക്കെയാണ്
തന്നെയാണ് ഇത് സംഭവിച്ചതെന്നും പറഞ്ഞിട്ടാണോ വിഷമിക്കാതിരിക്കുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല, അവരത് അർഹിക്കുന്നില്ല. പിന്നെ എനിക്ക് എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആര്യം പറയാം, നീ എന്തുദ്ദേശിച്ചാൽ ഇത്ര ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് അന്നൊക്കെ ആണെങ്കിൽ മുമ്പാണെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ അനിമോൾ അപ്പുറത്ത് ചെന്ന് കയറിയിട്ടുണ്ട്. അവളൊരു പഞ്ചപാവ, അറിയോ? വീട്ടിലെ ജോലികൾ പോലും അമ്മ ചെയ്യിക്കാറില്ല. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യുക? പുതിയ മരുമകൾ വന്ന് കയറിയതിൻ്റെ ദോഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ എല്ലാവരും കൂടി ടോർച്ചർ ചെയ്യിക്കില്ലേ? അതാണോ ആര്യൻ്റെ പേടി? അങ്ങനെ പേടിക്കണ്ട കേട്ടോ. അവിടെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവളെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി എന്ത് എന്നാലും അവളുടെ സൈഡിൽ നിൽക്കുകയുള്ളൂ. മുത്തശ്ശിക്ക് അപ്പുറം ആരും ഒരു അടി പോലും അനങ്ങത്തില്ല. അതുകൊണ്ട് പേടിക്കണ്ട, അവളെ സംരക്ഷിക്കാൻ ആളുണ്ട്. അല്ല മിത്രേ, എന്നാലും എനിക്കത് പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അല്ലെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ പഞ്ചപാവമാണ്. പക്ഷേ എൻ്റെ കൊച്ചിനും ഈ അലോകം കൂടെ ചേർന്നാണ് അച്ഛനെ കുത്തിത്തിരിപ്പിച്ച് ഓരോന്നും ഉണ്ടാക്കി വിടുന്നത്, അറിയോ? ഇതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കില്ലേ? ധൈര്യമായിട്ടിരിക്കുക, ഒക്കെ ശരിയാവും. പിന്നൊരു കാര്യം, ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങളൊന്നും മറന്നു പോവല്ലേ? നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ളതാണേ, ട്രാവൽസ് തുടങ്ങണ്ടേ? പിന്നെ ഞാനേ ഈ ലോണെന്നും പറഞ്ഞ് ബാങ്കിൽ ഒറ്റയ്ക്ക് കയറി ഇറങ്ങാനൊന്നും ഞാൻ പോവില്ല. എൻ്റെ കൂടെ ആര്യനും കൂടെ ഉണ്ടാവണം. ഇങ്ങനെ ഡള്ളായിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞാൽ ആര്യനെ ബൂസ്റ്റ് ചെയ്യാട്ടോ. മിത്ര അവിടെ നിന്ന് എണീറ്റ് നിന്ന് ക്ലോക്കിൽ അലാറൊക്കെ വെച്ചിട്ട് പറയാം, നാളെ മുതൽ കറക്റ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങണം. രാവിലെ തന്നെ ഞാൻ എണീക്കുവേ. ഇനി ആര്യൻ എണീറ്റെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാൻ തലയിൽ കൂടെ ഒഴിക്കും കേട്ടോ. ഇതൊക്കെ ആര്യൻ മിത്രയോട് പറയുന്ന ഡയലോഗാണ്. ഇന്ന് ആര്യൻ മൂഡ് ഔട്ടായിട്ട് ഇരുന്നുകൊണ്ട് ഇത് തന്നെ തിരിച്ച് പറയാം കേട്ടോ. അങ്ങനെ ആര്യന് മിത്രയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ചിരി വരികയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും പതിവ് പോലെ തന്നെ നമ്മുടെ ബാലൻ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് ഗോമതി സ്റ്റോറിൽ. അപ്പോൾ ഗോമതിന്ന് വിളിക്കുന്നുണ്ട്. താക്കോലും പൈസയൊക്കെ എടുത്തു കൊടുക്കാനാണ് പൂജാമുറിയിൽ. ഓടി വന്ന് ഇപ്പം തന്നെ എടുത്തു തരാം ബാലേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. പോവാൻ ഇറങ്ങുമ്പോൾ തന്നെ ദേവി വന്ന് നിൽപ്പുണ്ട്. ദേവി പുറകെ വിളിക്കുകയാണ്, ബാലച്ചാന്ന്. എന്താ മോളെ, എന്താ കാര്യം? അച്ഛാ, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. എന്താ മോള് പറഞ്ഞോ? അല്ല, അച്ഛൻ ഇപ്പോൾ ഗോമതി സ്റ്റോറിലേക്കല്ലേ പോകുന്നത്. ഇന്ന് മുതൽ ഞാനും കൂടെ അങ്ങോട്ട് വന്നോട്ടെ. പെട്ടെന്ന് ബാലൻ്റെ മുഖം അങ്ങ് മങ്ങി. എന്നിട്ട് ചോദിക്കുക, എന്താ പെട്ടെന്ന് ഇങ്ങനെ? അല്ല അച്ഛാ, അത് അപ്പോൾ ഗോമതി വന്ന് പറയണം അവളും കൂടെ വന്നോട്ടെ ബാലേട്ടാ, അതല്ലേ നല്ലത്. അല്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടെ ഒരാളുള്ള നല്ലത് തന്നെയല്ലേ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ബാലൻ പെട്ടെന്ന് പറയേണ്ട, അത് എനിക്കിപ്പോൾ അവിടെ ഗോമതി സ്റ്റോറിൽ എല്ലാം കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ ഇപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെയായിരിക്കും വിചാരിച്ച് വെച്ചിരിക്കുന്നതല്ലേ? അല്ല അച്ഛാ, അങ്ങനെ വിചാരിക്കില്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെക്കൊണ്ട് ഇപ്പം ഗോമതി സ്റ്റോർ നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആവതൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ തോന്നി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് കൂട്ടായിട്ട് വരുന്നതല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ ദേവിക്കത് വല്ലാതെ ആവാണ്. ദേവി ഓടി വന്ന് പറഞ്ഞ, അച്ഛാ അങ്ങനെയൊന്നും വിചാരിക്കില്ല അച്ഛാ, എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകളിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ ഇപ്പോൾ ഗോമതി സ്റ്റോറിൽ വന്ന് നിന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു, അതാ കാര്യം. അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് ഗോമതിയും പറയാം. അവൾ പറഞ്ഞത് ശരിയല്ലേ ബാലേട്ട, അവളും കൂടെ വന്നോട്ടെ, അവളുടെ മനസ്സും ഒന്ന് ശരിയാവും. നമുക്ക് ദേവി ഒന്ന് മാറ്റിയെടുക്കണം. ശരി, അതാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ മോൾ എൻ്റെ കൂടെ വന്നോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി ബാഗൊക്കെ എടുക്കുകയാണ്. ഗോമതി ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊടുത്തു വിടുകയാണ് കേട്ടോ. ബാലൻ്റെ ഒപ്പം തന്നെയാണ് നേരെ കടയിലേക്ക് ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ ധർമ്മനും നമ്മുടെ രാമേട്ടനും കൂടെ കടയുടെ ഫ്രണ്ടിൽ കാത്തു നിൽപ്പുണ്ട് ബാലൻ വരാൻ വേണ്ടിയിട്ട്. കൂടെ വരുന്ന ആളെയും കൂടെ കണ്ടപ്പോൾ ധർമ്മന് ഭയങ്കര സന്തോഷമായി കേട്ടോ. ദേവി എന്താ ഇവിടെ? ദേവി എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? ബസ് സ്റ്റോപ്പിലെല്ലാം കൊണ്ടുവിടണോ? ഞാൻ കൊണ്ടുവിടാമെന്നും ധർമ്മൻ കളിയാക്കി പറയാം. അപ്പോഴാണ് ബാലൻ പറഞ്ഞത്, എടാ ഇനി മുതൽ ദേവി ഇവിടെ കാണും, അവളുടെ കാര്യങ്ങൾ കൊണ്ട് നോക്കിക്കൊള്ളണം. പിന്നെന്താ, സന്തോഷമായി. അപ്പം രാമേട്ടന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയാണ്. ദേവി വരുമ്പോൾ ധർമ്മം പറയുന്നുണ്ട്, മോളെ വലത് കാലം എടുത്തു വെച്ച് അകത്തേക്ക് ഐശ്വര്യമായിട്ട് കയറാൻ. അങ്ങനെ ഡോറൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ ദേവി പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറുക കേട്ടോ. എന്നിട്ട് ധർമ്മനോട് പറയുന്നുണ്ട്, ധർമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം, ദേവിയായിരിക്കും ഇനി അവിടെ ഇരിക്കുന്നത്. ശരി എന്നൊക്കെ പറയണ സമയത്ത് ഒരു കസ്റ്റമർ വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ധർമ്മനും രാമേട്ടനും ബാലനും കൂടി ചേർന്നത് എടുത്തു കൊടുക്കുകയാണ്. കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 420 രൂപ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അത് എണ്ണി വാങ്ങണമെന്ന് വിചാരിച്ച് ബാലച്ചനോട് പറയാം കേട്ടോ. ബാലൻ പറയാണ്, മോളെ ഐശ്വര്യമായിട്ട് മോള് തന്നെ ആ ക്യാഷ് വാങ്ങിച്ചോ, കൈനീട്ടമല്ലേ. അങ്ങനെ ദേവി ആ കാശ് വാങ്ങി പ്രാർത്ഥിച്ച് പെട്ടിയിലേക്ക് ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ ഏട്ടത്തിയെ കാണുന്നില്ല. അമ്മ ഏട്ടത്തി എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഏട്ടത്തി വെടി കടയിലേക്ക് പോയി. ആഹാ, അച്ഛൻ അതിന് സമ്മതിച്ചു. പിന്നെ സമ്മതിക്കാറുണ്ട്, ആദ്യം വല്ലാണ്ടായി, കുറച്ച് കഴിഞ്ഞ് സമ്മതിച്ചു. ഏട്ടത്തി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് മുതൽ ഗോമതി സ്റ്റോറിൽ പോകണം, അച്ഛൻ സമ്മതിക്കുമെന്ന് സംശയമാണെന്ന്. ഓ, സമാധാനമായി. ഇനി നോക്കിക്കോ അമ്മേ,
കുറഞ്ഞത് ഒരു 2 ആഴ്ച അതിനുള്ളിൽ നമ്മുടെ പഴയ ദേവിയെത്തി നമുക്ക് തിരിച്ചു കിട്ടും. അവളെ പഴയ പോലെ ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഗോമതിയും പറഞ്ഞ് നിൽക്കും. ശരി, നിനക്കുള്ള ചോറും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ജോലിക്ക് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പോകുമ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷിക്ക് എന്തോ ഓർത്ത് തിരിഞ്ഞ് നിന്നിട്ട് ഗോമതിയോട് പറയാം, അമ്മേ ഇന്ന് അനുമോളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഓ, അവളുടെ കാര്യം നീ എന്നോട് മിണ്ടരുതേ, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമ്മുടെ അനുമോളല്ലേ, അവളുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആകാംക്ഷയല്ലേ. ദേ, എന്നെ വിളിച്ച് ആരും റിസൾട്ടും പറയണ്ട, ഒന്നും പറയണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത്. അവൾ പോയെങ്കിൽ അവളുടെ കാര്യം എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ പക്ഷേ അവളുടെ റിസൾട്ട് നോക്കുന്നൊക്കെ കൊള്ളാം, എന്നെ വിളിച്ച് പറഞ്ഞേക്കരുത്. കൊള്ളാം, അത് അപ്പോഴും ഞാൻ ആലോചിച്ചോളാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോകുന്നത് കേട്ടോ. അതൊക്കെയാണ് എപ്പിസോഡിൽ. ടീച്ചറുടെ എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.